ഇനി നമ്മൾ മലപ്പുറത്തേക്ക് പോയാൽ അവിടെ പൊന്നാനി തീരത്ത് നിന്നും 35 കിലോമീറ്റർ അകലെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കപ്പലിനടിയിൽപ്പെട്ടു എന്ന വാർത്ത വരുന്നു. മറ്റു ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾ തക്ക സമയത്ത് എത്തിയതുകൊണ്ടാണ് അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായി സാധിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ കപ്പല് ചോട്ടാണ് ജീലാരി എടുക്കുന്നത് കേട്ടാ. പലയും കപ്പലൊക്കെ നന്നായിട്ട് ഉള്ളിലായില്ല. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഈ താനൂർ ജീലാനി എന്ന് പറയുന്ന ഈ ബോട്ടിൽ ഏകദേശം 50ഓളം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടുകൂടി അവരെ എല്ലാം രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ കപ്പലിനടിയിലേക്ക് ബോട്ട് പോയത്? ക്രിസ്ത്യൻ, അതുതന്നെയാണ് വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുണ്ടായിരുന്നത്. ഈ ഹാങ് ചെയ്ത ഒരു കപ്പലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഈ പൊന്നാനിയിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ബോട്ടിൽ പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒഴുക്കിൽപ്പെട്ട് ഈ കപ്പലിനടുത്തേക്ക് വരികയായിരുന്നു എന്നാണ് രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ആ സമയത്ത് മറ്റു ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചതിനാലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഏകദേശം 50 പേരുണ്ടായിരുന്നു. 45 മിനിറ്റോളം പണിപ്പെട്ടതിന് ശേഷം വലയും കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ബോട്ടുകളിൽ കൂട്ടിക്കെട്ടി വലിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. രാവിലെ 4 മണിയോടെയായിരുന്നു അവർ പൊന്നാനി തീരത്തുനിന്ന് പോയത്. പൊന്നാനിയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയായിരുന്നു ഈ അപകടം. അതിൽ പ്രധാനപ്പെട്ട കാര്യം മറ്റു ബോട്ടുകളിലുള്ള ആളുകൾ ഇത് കണ്ടു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വലിയൊരു അപകടം നടക്കുമായിരുന്നു. പൊന്നാനിയിൽ നിന്ന് പോയ അൽ ബുഹാരി എന്ന് പറയുന്ന ബോട്ടായിരുന്നു ഈ ജീലാനി എന്ന് പറയുന്ന ബോട്ടിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ മീൻ പിടിക്കുന്നതിനായി വലയൊക്കെ എറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ കപ്പലുള്ള ഭാഗത്തേക്ക് ഒഴുക്കുണ്ടാവുകയും ഈ ബോട്ട് അതിനടിയിലേക്ക് പോവുകയും ചെയ്തത്. അങ്ങനെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പൊന്നാനി തീരത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.